സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 4 മിനിറ്റായി. ആദ്യം പോകുന്നത് നമ്മൾ ഇന്നലെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വാർത്ത, തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ച കാര്യം, കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ അതിലിപ്പോൾ ഒരു പോലീസ് നടപടി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാർത്ത സംസാരിച്ചുകൊണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഈ മണിക്കൂർ അങ്ങ് തുടങ്ങാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPIM BJP സംഘർഷത്തിൽ 2 കേസുകളാണ് പോലീസ് എടുത്തിരിക്കുന്നത്. LDF കൗൺസിലർ സിന്ധുവിന്റെ പരാതിയിൽ മേയർ VV രാജേഷ്, അതേപോലെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ഇവരൊക്കെ ഉൾപ്പെടെ 10 പേരാണ് പ്രതികൾ. CPIM കൗൺസിലർമാരായ SP ദീപക്, ശ്രീകുമാർ വഞ്ചിയൂർ ബാബു എന്നിവരാണ് BJP കൗൺസിലറുടെ പരാതിയിലെടുത്ത 2ാമത്തെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതേസമയം 2ാമത്തെ സത്യപ്രതിജ്ഞയും അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ്. ഹാൻസ് ജോൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ കൈവിട്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അംഗങ്ങൾക്കും ഒക്കെയും പരിക്കേറ്റ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. 2 സൈഡിലും, CPIMന്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും ഒക്കെ സൈഡിലും അംഗങ്ങൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അത് പോലീസ് കേസായിരിക്കുന്നു. എങ്ങനെയാണ് പോലീസ് നീക്കങ്ങൾ? സേതു, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ ഈ സംഘർഷത്തിന് ശേഷം CPIM കൗൺസിലർമാരും പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള SP ദീപക്കും അവിടെ വെച്ച് തന്നെ വ്യക്തമാക്കിയിരുന്നു BJP കൗൺസിലർമാർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന്. തങ്ങളുടെ കൗൺസിലർമാരെ BJP പ്രവർത്തകരും കൗൺസിലർമാരും ചേർന്ന് മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഇന്നലെ തന്നെ അവർ പരാതി നൽകുകയും ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മേയർ VV രാജേഷ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗുരുതരമായ പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല ആ FIRൽ, ഈ CPIM പ്രവർത്തകർ നൽകിയ പരാതിയിലെടുത്ത കേസിൽ. പക്ഷേ അതേസമയം BJP കൗൺസിലർ നൽകിയ പരാതിയിൽ ഗുരുതര പരാമർശമുണ്ട്. കൊലപ്പെടുത്താൻ CPIM കൗൺസിലർമാർ ശ്രമിച്ചു എന്നാണ് ആ FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു FIRൽ CPIM പ്രവർത്തകർ ഇട്ട അല്ലെങ്കിൽ അവർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതിൽ ഗുരുതരമായ പരാമർശങ്ങളൊന്നും തന്നെ BJP കൗൺസിലർമാർക്കെതിരെയില്ല. മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരാണ് ആ പ്രതിപട്ടികയിലുള്ളത്. ഇപ്പുറത്തെ വശത്ത് BJP പ്രവർത്തക നൽകിയ ശ്രുതിയാണ് നൽകിയത്. BJP കൗൺസിലറായിട്ടുള്ള അവർ നൽകിയ പരാതിയിലാണ് CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വഞ്ചിയൂർ ബാബു, SP ദീപക്, ശ്രീകുമാർ അടക്കമുള്ളവരാണ് പ്രതികളായിട്ട് ആ FIRലുള്ളത്. അന്യായമായി സംഘം ചേരൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇരുവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. അതേസമയം വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് CPIMന്റെ തീരുമാനം. കാരണം 2ാമത് ചെയ്ത ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്, ഈ 19 കൗൺസിലർമാർ ചെയ്ത 2ാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങും ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് CPIM തീരുമാനം. അതിനോടൊപ്പം തന്നെ ഈ 2ാമത്തെ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമായതിനാൽ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് CPIMന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി നടത്തണം എന്നുകൂടി CPIM ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. അതിനോടൊപ്പം തന്നെ വരുന്ന തിങ്കളാഴ്ച കൗൺസിൽ യോഗമുണ്ട്. ഉച്ചയ്ക്ക് 2:30ക്കാണ് കൗൺസിൽ യോഗം. ആ കൗൺസിൽ യോഗത്തിൽ ഈ സുഗതന്റെ, വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് CPIMന്റെ തീരുമാനം. അതേസമയം നിലവിലെ വിവാദങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന നിലപാടുമായി ബന്ധപ്പെട്ട് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാവിലെ 9 മണിക്ക് മന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു യോഗവും വൈകിട്ട് 4 മണിക്ക് പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള KS ശബരിനാഥന്റെ നേതൃത്വത്തിലും കൗൺസിലർമാരുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഈ സുഗതന്റെ രാജിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് UDF സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. അതേസമയം ഈ കാപ്പയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ റിമാൻഡിലുള്ള സുഗതന്റെ കാപ്പ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. കാപ്പ ഉപദേശക സമിതിയെ വരും ദിവസങ്ങളിൽ അവർ സമീപിക്കും. ഓക്കെ ഹാൻസ്, ശരി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ ഉണ്ടായ കയ്യാങ്കളിയുടെ തുടർച്ചയാണ്. അത് പോലീസ് കേസായിരിക്കുന്നു, നടപടികൾക്ക് തുടക്കമാകുന്നു. ഇനി ഇന്ന് എന്തൊക്കെ നടക്കും, കാര്യങ്ങളും വിശദമായി പറയുകയായിരുന്നു നമ്മുടെ ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് നിന്ന്.